അവിടുത്തെ ഒരു പഠിത്തക്കൂടെ വന്നാൽ ഞാൻ പഠിച്ചുള്ളൂ. ഞാൻ ഇൻഷുറൻസ് പഠിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ചോദിക്കുമായിരുന്നു. ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ എനിക്ക് പോലീസ് ഡ്രൈവറും കിട്ടിയായിരുന്നു. ആദ്യം CPO പരീക്ഷ എഴുതുന്നത്. പക്ഷെ അതൊന്നും കട്ട് ഓഫ് കയറാതെ ഞങ്ങൾ ഫിസിക്കലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കട്ട് ഓഫ് പോലും കയറി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും പഠിച്ചു. ആ പരീക്ഷയിലാണ് തോന്നുന്നു രാഹുൽ കയറുമ്പോൾ അല്ലേ? അങ്ങനെ രാഹുൽ കയറിപ്പോൾ അതൊരു പ്രകടനമായി. പിന്നെ അതിൻ്റെ ഓർമ്മ പിടിച്ചു. അങ്ങനെ പോലീസ് ഡ്രൈവർ, പിന്നെ ഒരു NCC LGS വന്നു. അത് കഴിഞ്ഞ് LD എനിക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ചിലപ്പോൾ കൂടെ 15ാമത്തെ റാങ്ക്. അത് കഴിഞ്ഞ് ഇതുമായി ഇപ്പം എനിക്ക് മറ്റൊരാൾ പോലീസിൻ്റെ ഇതാണ്, മെഡിക്കലാണ്. ഞാൻ പോകുന്നില്ല എന്തായാലും ഈ സംഭവം. എങ്ങനെ പഠനമൊക്കെ ചേട്ടൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ പുതിയൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? പഠിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ സാറ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പഠിക്കുക. ആ രീതി കറണ്ട് അഫെയർ എല്ലാം സാറ് പറയുന്ന രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ വരുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനം? അതൊരു രസമായിരുന്നു ക്ലാസ്. ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു. കുറേ കമ്മിയടിച്ചു. വേറെ പരിപാടിയൊന്നും ക്ലാസ് കേട്ടാൽ ക്ലാസ് എടുക്കും. പിന്നെ അന്ന് രാത്രിയിലൊക്കെ 10 മണിക്കൊരു ലൈവ് ക്ലാസ് അത് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ട് സമൂഹത്തിലെ ചേഞ്ച്, മറ്റുള്ളവരുടെ വീട്ടുകാരുടെയൊക്കെ ചേഞ്ച് റെസ്പോൺസ്? അത്ഭുതമായി. ആരും വിചാരിച്ചില്ല. ചേട്ടൻ ലാസ്റ്റ് പേന എടുത്ത് 2003 അല്ലേ? പ്ലസ് ടു കഴിഞ്ഞിട്ട് പേന എടുത്ത് പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല, അത് 2003 അതിനുശേഷം 17 വർഷത്തെ സർവീസ്. അത് കഴിഞ്ഞ് 2020 പേന എടുത്തു. അത് ഞാൻ PSC പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് RIT ജോലി കിട്ടി 6 മാസത്തേക്ക് ആൾക്കാർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് PSC കിട്ടുന്ന പരിപാടി ഒത്തിരി ആൾക്കാരുണ്ട്. അവിടുന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല. 2 വർഷത്തെ വരെ വേസ്റ്റ് ആയില്ല. അത് ഞാൻ വന്നപ്പോഴേ എനിക്ക് ട്രൈ ചെയ്യാം. ഞാൻ 2020 റിട്ടയർഡായിരുന്നു. 2020 റിട്ടയർഡ്. 2023 PSC രജിസ്റ്റർ. പിന്നെ അന്ന് തൊട്ട് ഇങ്ങനെ പരീക്ഷ എഴുതും. പിന്നെ എല്ലാ പരീക്ഷ എഴുതണം. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഞാൻ ഈ ലാസ്റ്റ് LGS എഴുതിയപ്പോൾ ഭയങ്കര മഴയും കാറ്റും കുറവൊക്കെ ആയിട്ട് പോകാൻ പോലും പാലായിലാണ്. ഞാനാണെങ്കിൽ ഒരു ബൈക്ക് കയറായിട്ട് എൻ്റെ വൈഫിൻ്റെ സ്കൂട്ടറാണ്. കണ്ണുപോലും കാണാൻ പറ്റും. ഒരു ഒത്തിരി പാലായി ചെന്നു. നനഞ്ഞു കുളിച്ച് ചെന്നിട്ട് പാലായി ചെന്ന് പരീക്ഷ മനുഷ്യൻ പോലും ഇല്ല. ഞാനും വേറെ വരുമ്പോൾ കുറേ ഇതൊക്കെ എഴുതി. ഒരു പാവപ്പെട്ട ഒരു പ്രായത്തിൽ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അല്ല ശരി അറിയാമോ, നമുക്കൊരു ഭാഗ്യം ഇതിലെങ്ങനെ വരുന്നു പറയാൻ പറ്റില്ല. എല്ലാ പരീക്ഷ അറ്റൻഡ് ചെയ്യാതെ അതൊരു അഡ്വാൻറ്റേജാണ്. അത് എക്സ് സർവീസ്മാൻ ഒന്നേ ഉള്ളൂ. NCC പിന്നെ ഈ സൈനിക വെൽഫെയർ അക്കൗണ്ട് എല്ലാം പോകായിരുന്നു. അതാണ് പരീക്ഷയ്ക്ക്. പിന്നെ ചില പരീക്ഷകൾക്ക് ഭയങ്കര കട്ടോഫല്ലേ. ചില എനിക്ക് കോട്ടയത്തിൻ്റെ ഒരു NCC LGS ആ സെയിം പരീക്ഷ ഞാൻ എറണാകുളം ജില്ലയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ല. അതിന് എറണാകുളത്തിൻ്റെ കട്ട് ഓഫ് 60 ആയിരുന്നു. പക്ഷെ കോട്ടയത്തിട്ട് ഞാൻ കയറിയില്ല. അപ്പം അങ്ങനത്തെ ഭാഗ്യങ്ങളും വരില്ല. അപ്പം നമ്മളെല്ലാ പരീക്ഷയും അങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചേട്ടാ അങ്ങനെ ഒത്തിരി സമയത്ത് പഠിക്കുന്നതാണോ അതോ ഉള്ള സമയം കിട്ടുന്ന സമയം പഠിക്കാൻ ചേട്ടാ രാത്രിയാണോ പഠിക്കുന്നത് രാവിലെയാണോ പഠിക്കുന്നത്? രാത്രി പഠിക്കുന്നത്. ചേട്ടാ ഇഷ്ടം ഓടാൻ പോവുക. ആ പിന്നെ ഇത് ചലഞ്ചായിട്ട് തോന്നിയായിരുന്നോ? ചേട്ടാ ഒരു ഒറ്റ ഇരിപ്പിന് എത്ര മണിക്കൂർ ഇന്ന് പഠിക്കുമായിരുന്നു? 3/4 മണിക്കൂർ ഉണ്ടോ? അല്ല 3 മണിക്കൂർ 4 മണിക്കൂർ അങ്ങനെ ഇരിക്കത്തില്ല, പറ്റത്തില്ല, ഇറങ്ങിപ്പോവും. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം എങ്ങനെ? ഹെൽത്ത് നോക്കണം നമ്മൾ ഏത് സമയത്ത്? പോലീസിലാണ്. അതെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് ഡിവിഷൻ തന്നെ കിട്ടിയല്ലേ? ഫസ്റ്റ് ഡിവിഷൻ. അപ്പോൾ ചേട്ടൻ്റെ സഹപ്ര നേരത്തെ അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ടോ? ഇടിപ്പാണ്ട് അന്വേഷിച്ചായിരുന്നോ? ഇവിടെ ഇല്ല, കോട്ടയത്തില്ല. പക്ഷേ ഞാൻ NCC
NCC-യെക്കാളും നല്ല സെറ്റപ്പ് ഇതാണ് ആണല്ലേ? പ്രൊമോഷൻ ആയിട്ട് ഫാസ്റ്റ് ഓ ശരി 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 ശരി. ഞാൻ പോലീസിൽ കയറാൻ എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയതിന്റെ കാര്യം പ്രായമുള്ള ആൾക്കാർ. പിന്നെ ഇവരോട് ഇനിയിപ്പോൾ ഇവർക്കിപ്പോൾ അടുത്ത ഫയർ അപ്പ് ചെയ്യണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് കോമ്പറ്റീഷൻ കൊണ്ടുപോകണം എന്നാ ചെയ്യേണ്ടത് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ചേട്ടൻ എവിടെ ട്രിഗറിങ് പോയിന്റ് എവിടെ ആയിരുന്നു? എനിക്ക് കിട്ടാനായിട്ടൊരു അത് കുറച്ച് സാധനം ജസ്റ്റ് മിസ്സായി പോകുന്നില്ലേ? അത് ക്ലിയർ ചെയ്യണം അല്ലേ? 2 മാർക്കിനൊക്കെ miss അത് കണ്ടുപിടിക്കണം, അത് ഏത് ഭാഗമാണെന്നുള്ളത്. അത് ഏറ്റവും മൈനസ് നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിനെ കൈകാര്യം ചെയ്യുക. ചേട്ടൻ മാക്സിമം എത്ര നമ്പർ അറ്റൻഡ് ചെയ്യുന്നത്? ഏകദേശം ഒരു കണക്കുകൊണ്ട് കാണുമല്ലോ. അല്ല, നമുക്ക് ഒരു പ്രതീക്ഷയുള്ളൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അറിയാൻ പറ്റാത്തൊന്നും ചെയ്യത്തില്ല. അത് ഇത്ര മാർക്ക് മേടിക്കണമെന്നൊന്നുമല്ല, അറിയാൻ പറ്റാത്ത നമുക്കിപ്പോൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ തോന്നുന്നു എനിക്കൊരു 50 ശരിയാട്ടെന്ന് 60 ശരിയാട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് അടിക്കാതിരിക്കുന്ന ലാസ്റ്റ് അവസാനം ഒരു 15 മുമ്പ് നിർത്തുക പരിപാടി അല്ലേ? ആവശ്യമില്ലാത്ത ഇതായിരിക്കും. അല്ലെ പിന്നെ രണ്ടെണ്ണം ഉറപ്പുണ്ട് ഇതിനൊന്നും അല്ല കറക്റ്റ് ആ രീതിയിലുണ്ടെങ്കിൽ. കാര്യം ഞാൻ ഇപ്പൊ NCC LGS ഇല്ലേ, NCC LGSന്റെ കട്ട് ഓഫ് 57, എനിക്ക് 56 അപ്പൊ എനിക്ക് EWS ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സപ്ലിസ്റ്റ് വന്നു. അപ്പൊ അത് ഇതുപോലെ എന്തോ മൈനസ് അടിച്ചായിരിക്കും. കൂടെ തന്നെ 57 മേടിച്ച് വേറെ ചങ്ങനാശ്ശേരിയിലുള്ളൂ സാർ. പുള്ളിക്ക് പിന്നെ ഈ ബാക്കി വെയിറ്റേജ് മാർക്ക് കൂടെ കിട്ടി. 121 റാങ്ക്. ഞാനും ഇതിനകത്ത് സപ്ലിയിൽ ഒന്നാമതാണ്. കാര്യം 54 കൂടെ പിന്നെ എനിക്ക് 8 മാർക്ക് കൂടെ കിട്ടി. അപ്പൊ 62 സപ്ലിയിൽ സപ്ലിയില് ഈ എന്നെക്കാളും പോയിന്റ് 332 ഒക്കെ കൂടുതലുള്ള പിള്ളേരുണ്ട്. ഇത് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു, ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എനിക്ക് ആ പ്രീവിയസ് വെയിറ്റേജ് മാർക്ക് കൂടെ കിട്ടുമ്പോൾ ഞാൻ അതാണ് മൈനസ് അടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ചേട്ടാ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നില്ലായിരുന്നോ? ഒന്നും മനസ്സിലാകാതെ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കുമോ ഏട്ടൻ അല്ലേ? ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കഥകളൊക്കെ ഇല്ലേ, ഓരോ കഥകളായിട്ട് നമ്മൾ പറയത്തില്ലേ? പിന്നെ ഞാൻ മാത്സ് ചെയ്തിട്ടില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നോ? എക്സാം അതുമല്ല, ഇതുതന്നെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണല്ലോ. ഏത് പരീക്ഷക്കാണെങ്കിലും ഒരു 20% ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിരിക്കുന്നത്. സാർ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാൻ തുടങ്ങിയ സമയം കുറേ അല്ല, സമയം കിട്ടുമ്പോഴല്ലോ നമ്മൾ ആദ്യം അറിയാന്നല്ല ചെയ്യുക സ്റ്റേറ്റ്മെന്റ്. അതെ. പിന്നെ മക്കള് വീട്ടുകാർ എല്ലാം ആണോ ഇത് ഉള്ളപ്പോ? അതിന് വന്നിട്ട് ഈ അഡ്വൈസ് വന്നപ്പോ ഉണ്ടായിരുന്നു വീട്ടില്? അറിഞ്ഞോ? ആണോ? പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഓ, അത് കിട്ടിയെന്ന് അറിഞ്ഞായിരുന്നു. മോളോട് പറഞ്ഞോ? മോൾക്ക് മനസ്സിലാവോ പറഞ്ഞേ? മോളോട് പറഞ്ഞു? അതെ അതെ, മോളോട് അങ്ങ് പഠിച്ചിട്ടുണ്ട് രാത്രി. അല്ല, മോളോട് പറഞ്ഞോ കിട്ടിയാര്? കിട്ടി ആണോ? അറിയാം. ചേട്ടനൊരു ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കൊച്ചിനെ കൊണ്ടുവരുമായിരുന്നു. ഓക്കെ. അപ്പോൾ ചേട്ടന് ഇനി PSCയിലോട്ട് പിള്ളേർ വന്നിട്ട് കാര്യമുണ്ടോ? കിട്ടുമോ ജോലി? ഞാനിവിടെ വന്നപ്പോ സാറിന് അത് ചോദിച്ചു പറയുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നവരെ ഞാനേ മേടിച്ചു പരിപാടി കണ്ട് മുന്നോട്ട് പോകണോ? ഞങ്ങൾക്ക് തരാൻ പറ്റിയ എന്താ മെസ്സേജ് ഉള്ളത്? ഞങ്ങൾക്കത് ഇനിയിപ്പോൾ സെപ്റ്റംബർ എക്സാം ഒക്കെ വരുന്നു. മെയിനായിട്ട് പരീക്ഷ അല്ല അറ്റൻഡ് ചെയ്യണം. എത്ര ആൾക്കാരുണ്ടോ എനിക്കറിയാതെ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. ഈ പരിധി ജോലി എനിക്ക് വേണ്ട, ആ ജോലി എനിക്ക് വേണ്ട, അത് എല്ലാ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. പിന്നെ കിട്ടിയിട്ട് പോലെ വേണ്ടെന്ന് നോക്കാൻ. അതെ, അതൊരു വാങ്ങിയിരിക്കുന്നത് പലരും ചില പരീക്ഷയ്ക്ക് വരത്തില്ല. LGSന്റെ എക്സാം ഒത്തിരി ആൾക്കാർ മഴയൊക്കെയാണ് പോകണ്ടാന്ന്. എന്തിനാ വെറുതെ അവിടെ വരെയൊക്കെ പോകുന്ന മരം കിട്ടും. ചിലപ്പോൾ നമുക്കൊരു കച്ചിട്ടുണ്ട് അതായിരിക്കും. അതേ പിടിച്ചു പിന്നെ വേറെ ചോദിച്ചോളൂ എഴുതാം. അതാണ് ഇപ്പോൾ LD ഒക്കെ പറഞ്ഞ ആൾക്കാർ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറി പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കട്ടോപ്പൊക്കെ 80-90 ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പിന്നെ ഈ ഏതൊരു LGS തന്നെ എത്ര പേര് ഇപ്പൊ ഈ LDക്കകത്ത് തന്നെ LGSന് 3-4 പേര് ബൈ ട്രാൻസ്ഫർ ആ ഒരു സാധനം വിളിച്ചു. അവരുടെ ആൾക്കാർ മാത്രമേ എഴുതുന്നു. സൗത്ത് ടോപ്പ് പഠിക്കുന്നവര് ഇതിനകത്തുണ്ട്.
അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് തന്നെ ഇതിനകത്ത് വരണമെന്ന് ഒന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇനി എന്നാ ഡേറ്റ് കയറേണ്ട? അങ്ങനെ ഡേറ്റ് പറയുന്നുണ്ടോ ലാസ്റ്റ്? അല്ല, അതിന് വേണ്ടി ഈ ഒരു മാസത്തിനുള്ളിൽ കയറാം. അതിന്റെ ആരോഗ്യം ഉണ്ടോ കേട്ടോ? അഡ്വൈസ് വന്നതിന്റെ ചേട്ടന് പഠിച്ച് PSC പഠിച്ചു തുടങ്ങിയപ്പോൾ എത്ര വയസ്സായിരുന്നു? 30. ഇപ്പോൾ പ്രായം ഒരു ഘടകമല്ല. വീഡിയോ ആയിട്ടാണ് അവർ